ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് മൺഡേയുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ 30th മൺഡേയുടെ എനർജി എന്താണ്. അതുപോലെ തന്നെ ഇന്ന് ന്യൂ മൂൺ ആണ്. അപ്പോൾ പുതിയ ഇൻറ്റൻഷൻസ്, സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പോസിറ്റീവ് എനർജിയിലിരിക്കുക ഈ ഒരു സമയം വന്നിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഡിസംബർ 30th എനർജി എന്താണ്. പായൽ നമ്പർ 1, ദ ഡെവിലിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് പേരെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഡീലിങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ ഒരു ഹീലിംഗ് ആയിരിക്കാം. എന്തെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുന്ന മണി നിങ്ങളുടെ അടുത്തോട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ലോൺ അടയ്ക്കാനായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം കാണുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു ടോക്സിക് എനർജി. നിങ്ങളെ ആ ഒരു വ്യക്തി ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ചും കൂടെ ഈ ഒരു എനർജിയിൽ നിന്നിട്ട് കുറച്ചൊരു പീസ്, സമാധാനം, ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എനർജി അവൈലബിൾ ആണ്. കുറച്ചും കൂടെ പീസിൻ്റെ എനർജി നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാകാം. ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ, എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിലും കുറച്ച് പേര് തൻ്റെ സ്പേസിൽ കംഫർട്ടബിളായിട്ടിരിക്കാനായിട്ട് പോസിറ്റീവ് എനർജിക്ക് നിങ്ങൾ സ്പേസ്, സമയം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജി. അപ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത്. നിങ്ങളുടെ പാത്ത്, നിങ്ങൾ എങ്ങോട്ടാണോ മുന്നോട്ട് നീങ്ങേണ്ടത്, നിങ്ങളുടെ ഗോൾസ്, അതിൽ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും ടെംപ്റ്റേഷൻ, എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യബോധം ഈ ഒരു ദിവസം വളരെ അത്യാവശ്യമാണ്. അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന എനർജീസിനോട് നിങ്ങൾ നോ പറയാനായിട്ട് ശ്രമിക്കുക. അതാണ് ഒരു ഗൈഡൻസ് വന്നിട്ട്. അപ്പോൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റക്കായി പോകാതിരിക്കുക, മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് സഞ്ചരിക്കുക. ആ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്യുക ഈ ഒരു സമയം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം. അത് കുറച്ചൊന്ന് ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. 10 ഓഫ് വോൺസിൻ്റെ എനർജി. കുറച്ച് പേർക്കോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ന്യൂ മൂൺ ആണ്, ന്യൂ എനർജീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള തടസ്സങ്ങൾ നീങ്ങിയിട്ട് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത് വന്നിട്ട് ഓവർ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, ഒത്തിരി ഉത്തരവാദിത്തം ഉണ്ടാകാം, അല്ലെങ്കിൽ എഗെയിൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു കംഫർട്ട് സോൺ ആയിരിക്കാം. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, തൻ്റെ പാറ്റേൺസ്, തൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. അത് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനും വേണ്ടിയിട്ട് കുറച്ച് പുതിയ ഇൻറ്റൻഷൻ, ഓക്കെ ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്, ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കാനായിട്ട്, പുതിയ ഇൻറ്റൻഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണോ നിങ്ങളെ ഇവിടെ ബേർഡൻ ചെയ്യുന്നത്, നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നത്, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഇൻറ്റൻഷൻ, സങ്കല്പം കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. 4 ഓഫ് വോൺസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ കലകൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ടാലൻസ്,
പാടാനുള്ള കഴിവ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് ഈ ഒരു സമയത്ത് വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഹാർമണി, കുറച്ചും കൂടെ പീസ്, സമാധാനം കൊണ്ടുതരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയതായിട്ട് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ 2 of Wands കുറച്ച് പേർ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കാം ഇപ്പോൾ ഉള്ളത്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, ഒരു ന്യൂ എനർജി മാറ്റത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ഓഫറിൻ്റെ രൂപത്തിലായിരിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ്, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കടന്നു വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലെ നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. ഈ ഒരു ലാക്ക് മെൻറ്റാലിറ്റി, വിക്ടിം മെൻറ്റാലിറ്റി, കുറവുകളുടെ എനർജി, സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് ഓവർകം ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ന്യൂ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ചിലപ്പോൾ ഹെൽപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, പുതിയൊരു പാത നിങ്ങളുടെ മുന്നിൽ ഓപ്പണായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പല എനർജീസും പുതിയതായിട്ട് കടന്നു വരാനായിട്ടും ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഡേ ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേയുടെ എനർജി എന്താണ്, December 30th മൺഡേയുടെ എനർജി എന്താണ്. അതുപോലെ തന്നെ ഇന്ന് ന്യൂ മൂൺ ആണ്. അപ്പോൾ പുതിയ ഇൻറ്റൻഷൻസ്, പുതിയ സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പോസിറ്റീവ് എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അത് പറഞ്ഞപ്പോൾ തന്നെ കണ്ടു ഇവിടെ 7 of Swords എനർജി. അപ്പോൾ പോസിറ്റീവ് മൈൻഡിലിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നമുക്ക് നോക്കാം പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മൺഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. Two of Wands എനർജി. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കുറച്ചും കൂടെ പ്രത്യാശയോടുകൂടി ഔട്ട്സൈഡ് വേൾഡിലോട്ട് കുറച്ചും കൂടെ നിങ്ങൾ ആ ഒരു ഹോപ്പ്ഫുൾ എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്നതുമാകാം, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു എനർജിയും ആകാം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്, ഒത്തിരി ഡെവലപ്മെൻറ്റ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജി, വേൾഡായിട്ട്, ഇൻ്റർനാഷണൽ എനർജി ആയിട്ട് നിങ്ങൾക്ക് വേൾഡിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഫാഷൻ്റെ എനർജിയാണ്. വേൾഡിൽ നടക്കുന്ന എന്തെങ്കിലും ചേഞ്ചസ് ആയിരിക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ്, റീസെൻറ്റ് ട്രെൻഡ്സ് എന്താണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ കൂടെ മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേര് ഫ്യൂച്ചർ പ്ലാൻസ് ഇടുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കരിയർ എങ്ങോട്ടാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിൽ കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് കരിയർ ഷിഫ്റ്റാണ്. ചിലപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് എനിക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിലും കുറച്ച് പേര് ശ്രദ്ധിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എനർജി കൊടുക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂസ്, എന്തെങ്കിലും ഇൻഫർമേഷൻ, ബുക്സിൻ്റെ എനർജി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, ഗൈഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ പ്രിപ്പറേഷൻ, എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കുറച്ച് പേർക്ക് പ്രാർത്ഥനകളാണ്, ഒത്തിരി പ്രേയേഴ്സിൻ്റെ എനർജി, തൻ്റെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, പ്യൂരിഫിക്കേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട്, പ്രകാശം കൊണ്ടുവരാനായിട്ട് ഒത്തിരി പ്രേ ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ കാര്യത്തിൽ നിങ്ങൾ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കൊടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ മൂഡ് സ്വിങ്സ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് അപ്സെറ്റ് ആകുക, പെട്ടെന്ന് എനർജി വരിക, ആവശ്യമില്ലാത്ത സമയത്ത് എന്താ പറയുക ഒരു സാഡ്നെസ്സിലോട്ട് പോകുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൂഡ് സ്വിങ്സ് എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷനായിട്ട് കണക്ട് ചെയ്യുന്നത്, അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കാലുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. അപ്പോൾ കാലുകൾക്ക് കുറച്ചും കൂടെ സംരക്ഷണം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടെ കംഫർട്ട് കൊടുക്കുക, അത് നൽകുന്ന എന്തെങ്കിലും പുതിയ ചെരുപ്പായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ കാലുകൾ കുറച്ചൊന്ന് സംരക്ഷിച്ച് നിർത്തുക ഈ ഒരു സമയത്ത്. കുറച്ച് പേര് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു കാര്യം മേടിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ എനിക്കിത് പാകമല്ല അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല, അങ്ങനത്തെ എനർജി വരുന്നുണ്ടാകാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ന്യൂ എനർജീസ് എന്താണ്, എൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ ഹോപ്പ് കൊണ്ടുതരുന്ന കാര്യങ്ങൾ എന്താണ്, അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ് മാറ്റാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. 10 ഓഫ് സോഡ്സിൻ്റെ എനർജി ഇവിടെ എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എൻഡ് ചെയ്യേണ്ടത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റൻഷൻസ് മനസ്സിൽ സങ്കല്പം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളെ ഓവറായിട്ട് ടെൻഷനാക്കി നിർത്തുന്ന എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ് ആയിരിക്കാം, മെൻ്റൽ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അത് എൻഡ് ചെയ്യണം, അതിന് പകരം എൻ്റെ ലൈഫിൽ ന്യൂ എനർജി വരണം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻ കൊണ്ടുവരാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്യേണ്ടത്, ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ആൻസിസ്ട്രൽ എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ആൻസിസ്ട്രൽ പാറ്റേൺ ആയിരിക്കാം, പൂർവികരിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ച എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളായിരിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ റൺ ചെയ്യുന്ന ഒരേപോലെ സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതിൽ നിന്നും മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടും പുതിയ ഇൻറ്റൻഷൻ, ഓക്കെ ഇനി മുതൽ ഞാൻ ഈ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഈ ഒരു സ്വഭാവം ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും പുതിയ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഏതാണോ പ്രയോറിറ്റി അത് ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു മൂൺ സൈക്കിൾ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷൻഷിപ്പ്, അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചേഞ്ചസ് വരുന്നതായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ എനർജീസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിൽ മാറ്റം ചേഞ്ചസ് വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു ന്യൂ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് യാത്രകളാണ്, ഇൻ്റർനാഷണൽ ട്രാവൽ ആയിക്കോട്ടെ, നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് ചേർന്നിട്ട്, പാർട്ട്ണറായിട്ട് ചേർന്നിട്ട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ എനർജീസ് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിരിക്കാം, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ കരിയറിൽ കുറച്ചും കൂടെ ന്യൂ എനർജീസ് വരുന്നുണ്ടാകാം. കുറച്ചുകൂടെ കോൺഫിഡൻസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കുറച്ച് പേരുടെ വിഷ് ഫുൾഫില്ലായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാഷൻ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. എഗെയിൻ കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് ചേഞ്ചാണ്, മാറ്റമാണ്. നിങ്ങൾ ആത്മീയത കണ്ടുകൊണ്ടിരുന്ന രീതി, ഹാൻഡിൽ ചെയ്തിരുന്ന രീതി, മനസ്സിലാക്കിയിരുന്ന രീതി, അതിലെല്ലാം ഒത്തിരി ഷിഫ്റ്റ്, ന്യൂ എനർജീസ് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാകാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ്, അതുമായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, അതെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാകാം. അപ്പോൾ അതിലൊരു ചോയ്സ് എടുക്കാനായിട്ട്, തീരുമാനമെടുക്കാനായിട്ടും കുറച്ച് പേര് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം.
അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.